ഹലോ, വെൽക്കം ടു ലേൺ വിത്ത് മീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എത്ര സബ്ജക്റ്റാണ് അല്ലെങ്കിൽ എത്ര പേപ്പേഴ്സാണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളതെന്നാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സെമ്മാണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 5 പേപ്പറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ കിട്ടും, അസൈൻമെൻറ്റ്സും എക്സാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഇതിന് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഷോർട്ടായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സും മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. എക്സാമിൻ്റെയൊക്കെ ടൈമിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സെമ്മിൽ 5 പേപ്പറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 5 പേപ്പർ ഏതൊക്കെയെന്ന് വെച്ചാൽ ചോസർ ടു എലിസബത്തൻ ഏജ്, ഷേക്സ്പിയർ സ്റ്റഡീസ്, മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഇതാണ് നമ്മുടെ 5 പേപ്പർ. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിലബസ് എന്നുള്ളതാണ് അത്. അതിൻ്റെ കോഡും ഡീറ്റെയിൽസും ഒക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 5 പേപ്പേഴ്സ്. അപ്പോൾ ഇതിൽ 5 പേപ്പേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, നമുക്ക് അതിൽ എത്ര മോഡ്യൂൾസ് ഉണ്ടെന്നും അതിൽ എത്ര യൂണിറ്റ്സ് പഠിക്കാനുണ്ട്, ഏതൊക്കെ വർക്ക്സ് പഠിക്കാനുണ്ടെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ സബ്ജക്റ്റ് വൈസായിട്ട് സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതാവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാതും കൂടെ കൺഫ്യൂഷൻ ആവില്ലേ. അപ്പോൾ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ അവരറിയിക്കുന്ന ദിവസം നമ്മുടെ ലേണിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ടെൻഷൻ വേണ്ട. അതിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നോട്ട്സും പിന്നെ സമ്മറിയും അനാലിസിസും എല്ലാം അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അത് അവർ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നമ്മൾ പോയി കളക്ട് ചെയ്താൽ മതി. പിന്നെ അസൈൻമെൻറ്റ്സ് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റേർണൽ എക്സാമിന് പകരം അസൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ 2 അസൈൻമെൻറ്റ്, ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് സബ്മിറ്റ് ചെയ്ത്. അത് നമുക്ക് ഈ വർഷം എങ്ങനെയെന്ന് നമുക്ക് അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളത് നോക്കി ചെയ്താൽ മതി. പിന്നെ ഹാൻഡ് റിട്ടൺ ആണ് അസൈൻമെൻറ്റ് വരിക. നമുക്ക് പ്രിൻറ്റഡ് കോപ്പീസ് അലൗഡ് അല്ല, ഹാൻഡ് റിട്ടൺ. പിന്നെ കറക്റ്റ് ടൈമിലാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ടൈം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനോട് കൂടിയിട്ടൊക്കെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ അസൈൻമെൻറ്റ് മാൻഡേറ്ററി ആണ്. നമുക്ക് എക്സാമിന് ഇതും വാല്യൂ ചെയ്യും. ഇതിൻ്റെ മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പാസ് മാർക്ക്. അപ്പോൾ അത് മാൻഡേറ്ററി ആണ്, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സാംസ് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആവും. അപ്പോൾ അതിലാണ് ഈ കാര്യം പറയുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. എക്സാംസും ഉണ്ടാവും. അത് 70 മാർക്സിലാണ് എക്സാം വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, നമുക്ക് ഓരോ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഓരോ പേപ്പറിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സ്, വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് അല്ലാതെ ഷോർട്ട് നോട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയെടുത്ത് എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനുള്ള പറ്റുന്ന ടോപ്പിക്സ് ആയിട്ടുള്ള നോട്ട്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സബ്ജക്റ്റ് ഏതൊക്കെ, പേപ്പർ ഏതൊക്കെയെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഫർദറായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്നാലാവുന്ന വിധം ഞങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.